1 വീക്കെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ 35 ദിവസം വോട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടല്ലേ. നമ്മൾ മെന്റലി ഡൗൺ ആയി കുറച്ച്. ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. നമുക്ക് സിംപിളി പറ്റുന്നൊരു പരിപാടിയാണ്. ആരെങ്കിലും ഒരാൾ വീണ് കഴിഞ്ഞാൽ ആ വീണ ആളുടെ പുറത്ത് കയറുന്നൊരു ചവിട്ടി ആരച്ചെങ്ങ് കൊന്ന് കൊല വിളിക്കുക എന്നുള്ള പരിപാടി. ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് ഇപ്പോഴും ആ ബിഗ് ബോസിനോട് താല്പര്യക്കുറവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളടക്കം ഈ പ്രേക്ഷകരായിട്ടുള്ള ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ തന്നെ ഒരു കൂട്ടം ആൾക്കാർ ഇങ്ങനെ നടക്കുന്നു. അതേ ബിഗ് ബോസ് ഹൗസിനകത്താണ് പുറത്ത് കട്ട നെഗറ്റീവ് എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി അകത്തേക്ക് കയറി പോകുന്നത്. ആ വ്യക്തി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 10-30 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ആ വ്യക്തി അവിടെ നിന്ന് വാക്കൗട്ട് ചെയ്യുന്നു. ബിഗ് ബോസ് ഇറക്കി വിട്ടിട്ടില്ല, എവിക്ഷൻ നടന്നിട്ടില്ല, ഒന്നുമില്ല. നല്ല വോട്ടുണ്ടെന്ന് ലാലേട്ടൻ പറഞ്ഞിട്ട് കൂടി ഞാൻ പോകുന്നില്ല, ലാലേട്ടൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള വളരെ തുച്ഛമായിട്ടുള്ള വളരെ വിരളിൽ എണ്ണാവുന്ന ഒരാളാണ് രേണുസുതി. സത്യസന്ധമായി പറഞ്ഞാൽ റിയലി പ്രൗഡ് ഓഫ് യു രേണുസുതി. ഇപ്പോൾ രേണുസുതിയും കിച്ചുവും രംഗത്ത് വന്നിട്ടുണ്ട്. എന്താണെന്നല്ലേ വിശദമായിട്ടും വ്യക്തമായിട്ടും കാണാം, കേൾക്കാം. രേണുസുതി വെറുക്കുന്നു എന്നുള്ളതിൻ്റെ കാരണം കമൻറ്റ് ചെയ്യുക. രേണുസുതിയോട് മുമ്പ് വെറുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ എനിക്ക് ആ വെറുപ്പില്ല എന്നുള്ളവർക്ക് അങ്ങനെ കമൻറ്റ് ചെയ്യാം. അല്ല, സ്റ്റിൽ എനിക്ക് അന്നും ഇന്നും രേണുസുതിയോട് ഇഷ്ടമാണെന്ന് ഉള്ള ആൾക്കാർ അങ്ങനെ കമൻറ്റ് ചെയ്യാം. കാരണം ആ ഒരു കമൻറ്റിന് ഒരുപാട് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. സമൂഹത്തിൽ അവരെ മുൻപേ നോക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നുള്ളൊരു കാര്യത്തിനെ കുറിച്ച് അറിയാനാണ്. കാരണം ബിഗ് ബോസ് ഹൗസിലേക്ക് വെറുപ്പ്, പുറത്തുള്ള നെഗറ്റീവ് ഒക്കെ കൊണ്ട്, ഹെയ്റ്റും കൊണ്ട് അകത്തേക്ക് കയറിപ്പോയിട്ട് പുറത്തിറങ്ങി വന്ന് പോസിറ്റീവായിട്ടുള്ള വളരെ ചുരുക്കം ചിലരിൽ ഒരാളാണ് രേണുസുതി. ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഭയങ്കര പോസിറ്റീവായിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങുന്നത് രേണു. അല്ലെങ്കിൽ എന്തായിരുന്നു തന്നെ കാണേണ്ടത്, കാണാം. ഫൈനലി എക്സ്പീരിയൻസ്, ഫൈനലി മീറ്റഡ് ബിഗ് ബോസിലെ എക്സ്പീരിയൻസ്. ബിഗ് ബോസിൽ എക്സ്പീരിയൻസ് 35 ദിവസം നിൽക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കരുതിയില്ല. 1 വീക്കെങ്കിലും നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ 35 ദിവസം വോട്ടും കാര്യങ്ങളും ഉണ്ടായിട്ടല്ലേ. നമ്മൾ മെന്റലി ഡൗൺ ആയി കുറച്ച്. വളരെ മാന്യമായിട്ട് വലിയ അതിഭാവുകത്വം ഒന്നുമില്ലാതെ വളരെ പച്ച മനുഷ്യ സ്ത്രീയാണ്. വളരെ പച്ച മനുഷ്യ സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ അവർ പല കാര്യങ്ങളും ഓപ്പണായിട്ട് ഒന്ന് പറയുമ്പോഴേക്കും ഇവൻ എന്താ ഇങ്ങനെ പറയുന്നത്. അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ കുറവായിരിക്കാം, അവരുടെ ജീവിത സാഹചര്യങ്ങളുടെ പ്രശ്നമായിരിക്കാം, വളരെ ചെറുതായി തന്നെ ഹസ്ബൻഡ് വിട്ടുപോയതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ അവരുടെ ലൈഫിൻ്റെ അകത്തുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് അറിയാത്ത രീതിക്ക് നമുക്ക് അതിനകത്ത് കയറി കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇപ്പോൾ ഈ കിച്ചുവിൻ്റെ ചാനലിൻ്റെ അകത്ത് വളരെ സക്സസ്ഫുള്ളി ഇപ്പോൾ കൊണ്ടുവന്ന് കിച്ചുവിനെതിരെ എന്തൊക്കെ ആരോപണം വന്നു, കിച്ചു അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചാണ്, 10-18 വയസ്സിന് മേൽ പ്രായമുള്ളൊരു പയ്യനെക്കുറിച്ച് എന്തുമാത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നിറഞ്ഞത്. അവനും വളരെ സക്സസ്ഫുള്ളി അവൻ്റെ ചാനലും അടിപൊളിയായിട്ട് റൺ ചെയ്യുന്നു. അതിലും വളരെ സന്തോഷം. ഇപ്പോൾ രേണു പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. സ്വരം നന്നായി, അതായത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കണ്ടൊരു കാര്യമാണ് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട്. ഞാൻ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാണ് സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള കാര്യം. അവർ വളരെയധികം അടിപൊളിയായിട്ട് ആ ഒരു തീരുമാനം എടുത്തു, അടിപൊളിയായിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു. അതാ പറഞ്ഞില്ലേ, നമുക്ക് എന്നെ കൊണ്ടത് പറ്റത്തില്ലടാ, എന്നെ കൊണ്ടത് പറ്റത്തില്ല, വളരെ നിഷ്കളങ്കമായ ഒരു പറയും, എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിട്ടു എന്നുള്ളത്. നെഗറ്റീവ് മാറി പോസിറ്റീവിലേക്ക് വന്നു. അതൊരു വളരെ വളരെ യാഥാർത്ഥ്യമാണെങ്കിൽ എനിക്ക് രേണുസുതിയോട് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം എന്താണ്, കൈവിട്ട ആയുധവും വാവിട്ട വാക്കും അതെപ്പോഴും നമുക്ക് ദുഷ്കരമായിട്ട് മാറും. തിരിച്ച് നമുക്ക് ഇരുതലുള്ള മൂർച്ചയുള്ള വാക്കായിട്ട് ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഉപയോഗിക്കേണ്ടത് വാക്കുകളാണ്. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയ്ക്കകത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുന്ന ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നവരാണെങ്കിലും, നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്ന ഈ റീലുകൾ നിങ്ങളോടൊപ്പം ചിത്രീകരിക്കാൻ വന്ന ആൾക്കാരാണെങ്കിലും, നിങ്ങൾക്കൊപ്പം വേദികൾ പങ്കിട്ടുകൊണ്ട് പലതും സംസാരിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഒരു കാര്യമാണ് അവരുദ്ദേശിക്കുന്നത്, നിങ്ങളുടെ വായിൽ നിന്ന് എന്തെങ്കിലും എന്താ പറയുക, ആ അപശ്രുതി പുറത്തേക്ക് വരണം. നിങ്ങൾ സ്വരം നന്നായിരിക്കുന്ന സമയത്ത് തന്നെ അതുപോലെ തന്നെ അപശ്രുതി ആ ഒരു അപശ്രുതി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ അപശ്രുതിയെ എടുത്ത് സമൂഹ മാധ്യമങ്ങളോട് വൈറലാവുന്നതിൻ്റെ കൂട്ടത്തിൽ മറ്റെന്താണ്, ചേന നനയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി ചീര നനയുന്നു, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട്, പ്രയോഗമുണ്ടല്ലോ. അതുപോലെ നിങ്ങളെ മുൻനിർത്തി മറ്റുള്ളവർ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പരിപാടി, അതിൽ നിങ്ങൾ തന്നെ ചെന്ന് വീണ് കൊടുക്കാതിരിക്കുക. വാക്കുകൾ പരമാവധി ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുക. മനസ്സിലാകുന്നുണ്ടോ? ഏറി കയറുന്നത് ഇപ്പം രേണുസുതി സംബന്ധിച്ച് ഏറി കയറുക അല്ലെങ്കിൽ വിവാദം, കോൺട്രവേഴ്സി എന്നുള്ള സംഭവത്തിൻ്റെ എനിക്ക് തോന്നുന്നു ഇനി ഇവർ കേൾക്കാനൊന്നുമില്ല. ഇവർ മറ്റേ അബോർഷൻ നടക്കം പറയുന്നു. കല്യാണം അദ്ദേഹത്തിൻ്റെ മരണത്തിന് 2-3 മാസത്തിന് കഴിഞ്ഞപ്പോൾ തന്നെ അബോർഷൻ നടത്തുന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ ചിന്ത, എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ ആ ഒരു ത്വര, എന്തൊക്കെയാണ് സമൂഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മോഡ്. എല്ലാവരും ഇല്ല കേട്ടോ, വളരെ കുറച്ച് പേരാണ്. ഹലോ
ഈ സാധനം എടുത്തൊന്ന് മാറ്റി വേണം. ഞാൻ ഇറങ്ങിയൊക്കെ കവറും ഒക്കെ എടുത്തോണ്ട് ഈ നമ്മുടെ ഈ KFC ആണോ അതൊക്കെ എന്താണ് ഈ ചിക്കൻ ഇത് കണ്ട സമയത്ത് എനിക്ക് മറ്റേ പയ്യന്മാരുടെ കാര്യം ഓർമ്മ വന്നു. ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് മറ്റേ വീഡിയോ ചെയ്യുന്ന പയ്യന്മാരുണ്ടല്ലോ, പേര് ഓർമ്മയില്ല, മറന്നുപോയി. മറ്റേ 2 പയ്യന്മാരുണ്ടല്ലോ, മറ്റേ കനാൽ പ്രദേശ് എന്ന് പറയുന്ന ആ പയ്യന്മാർ, എന്ത് പ്ലാവടിയിലോ അല്ല, അവരുടെ കാര്യമാണ് ഞാൻ ആലോചിച്ചത്. ഇതുപോലെ കുറച്ച് ആൾക്കാർ വന്ന് ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരുടെ മുമ്പിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് KFC ചിക്കൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം സംഭവങ്ങൾ ചെയ്ത് നിരന്തരമായിട്ട് എയറിൽ പോയി. അതിനുശേഷം ഇപ്പോഴേ അവരുടെ ഇടയ്ക്കുള്ള പോസ്റ്റുകൾ ഞാൻ കാണുമ്പോൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾക്ക് ഞങ്ങളോട് ഇപ്പോഴും വെറുപ്പാണോ, നിങ്ങളെ വെറുത്താലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മുമ്പോട്ട് പോകുന്നതൊക്കെ പറഞ്ഞ് ചുമ്മാ അനാവശ്യമായിട്ടുള്ള പോസ്റ്റുകളാണ്. ഒന്ന് സമൂഹത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് അറ്റ്ലീസ്റ്റ് മറക്കാനുള്ള ഒരു അവസരമെങ്കിലും കൊടുക്കുക. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറഞ്ഞതുമല്ല, മൊത്തത്തിലുള്ള സംഭവം വിവാദങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് ക്ഷമയോടുകൂടി ആ ഒരു ടൈം ഒന്ന് ജസ്റ്റ് ഒന്ന് പോകും. നിങ്ങളുടെ ലൈഫിൻ്റെ അകത്തായിക്കോട്ടെ എന്തെങ്കിലും വളരെ വലിയൊരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, ആ സമയത്ത് ഒന്ന് അല്പം കുറച്ച് നിശബ്ദത പാലിച്ചാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് മാറും. അതിന് പുറകെ ഇങ്ങനെ പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതൊരിക്കലും നിൽക്കത്തൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ അത്രയ്ക്കുള്ള. ഹൗ വാസ് യെസ്റ്റർഡേ? അപ്പം ഇതോടുകൂടി ഞങ്ങളൊരു അടുത്തൊരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ഞങ്ങൾ ഇനിയും വരും. പക്ഷെ ഞങ്ങള് ഋതപ്പനെ കൊണ്ട് ഔട്ട്ഡോർ ഒക്കെ പ്ലാൻ ചെയ്തു. അതാണ് ഋതപ്പൻ, ഞങ്ങൾ ഉറക്കമൊക്കെ എണീപ്പിച്ചേക്കും. ഋതപ്പൻ സ്കൂളില് കാര്യങ്ങളിലൊക്കെ പോയി. രാവിലെ വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള് എണീറ്റപ്പം നല്ല രീതിക്ക് താമസിച്ച്, പിന്നെ ട്രെയിൻ ആണെങ്കിൽ ഇപ്പോഴേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങള് വെക്കം ഇറങ്ങുകയും ചെയ്തു. അതാണപ്പം അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. കാരണം ആ പയ്യൻ കഷ്ടപ്പെട്ടിട്ടാണ് അത് ചെയ്യുന്നത് കേട്ടോ. അതിനുള്ള സപ്പോർട്ട് എല്ലാവരും കൊടുക്കുക തന്നെയാണ്. പിന്നെ ഒരു കാര്യം, അവൻ്റെ ഏറ്റവും വലിയ അവൻ്റെ ഒരു 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 സ്ട്രെങ്ത് എന്നറിയാമോ? ഈ കിച്ചുവിൻ്റെ ഒരു സ്ട്രെങ്ത്. അവനെന്നൊക്കെ പറയുന്നത് ബഹുമാനക്കുറവുണ്ടൊന്നുമല്ല. ആ പയ്യൻ്റെ അവൻ്റെ ആ ഒരു എന്താ പറയുക, എനിക്ക് അങ്ങനെ ഒരു ബ്രദർലി ഒരു അഫെക്ഷൻ തോന്നിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സുഹൃത്ത് വലയുണ്ടല്ലോ, ഈ ഏറ്റവും വളരെ നിർണായക ഘട്ടങ്ങളിലൊക്കെ കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കൾ, അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ലൈഫിൽ വീണു പോകും. ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ നമ്മൾ മനുഷ്യരല്ലേ വീണു പോകുന്ന സമയത്ത് നമുക്ക് അന്ന് വരെയൊക്കെ പല ആൾക്കാരും അതിൻ്റെ തലേ ദിവസം വരെ അല്ലെങ്കിൽ ആ വിഷയം ഉണ്ടാകുന്ന തൊട്ട് മുമ്പ് വരെയും നമ്മളോട് ചേർന്നിരിക്കുന്ന ആൾക്കാർ പോലും ഒരു പ്രശ്നം, ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ലൈഫിലേക്ക് വന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ സമയം മുതൽ അവർ സൈലൻ്റ് ആവും. അവർക്ക് പ്രശ്നങ്ങളിലേക്ക് വരാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൂടെ പോയിട്ട് നമുക്ക് ഇനിയിപ്പോൾ പണി വാങ്ങാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കും. നമ്മളൊരു കണ്ട ഭാഗം നടിക്കത്തില്ല, നമുക്കത് മനസ്സിലാവും. എങ്കിലും ചിലപ്പോൾ അവരോടൊന്ന് കുറച്ച് നേരം സംസാരിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ഒരു വിഷമം മാറ്റാൻ പറ്റുന്നു. നമ്മൾ തന്നെ ചിലപ്പോൾ അങ്ങോട്ട് അവർ അപ്രോച്ച് ചെയ്താലും ഞങ്ങൾ തിരക്കിലാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കും. ഇങ്ങനെയുള്ള ഒരു മാനസിക പീഡയൊക്കെ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റും. സുഹൃത്തുക്കളാൽ തന്നെ നമ്മൾ അവഗണിക്കപ്പെടുന്ന സമയത്ത് ഒറ്റപ്പെടലിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മളൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇപ്പം ഇവൻ അഥവാ നമ്മുടെ ഈ കിച്ചുവിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ കിച്ചുവിൻ്റെ ആ സൗഹൃദമാണ്. കാരണം ഇത്രയും സമൂഹ മാധ്യമങ്ങളിൽ ഈ രേണുസുതിയോടൊപ്പം തന്നെ വേട്ടയാടപ്പെട്ടതിനകത്ത് ഈ കിച്ചു, അവൻ്റെ മുഖം കണ്ടറിയാം, അവനെ കണ്ടറിയാം, അവൻ്റെ മുടി കണ്ടിട്ടില്ലേ, അവനെ കണ്ടറിയാം, അലവലാതി മറ്റത് മറിച്ച് ഈ നീണ്ട മുടി വളർത്തിയതിൻ്റെ പിന്നീടൊരു സ്റ്റോറി ഉണ്ട്. അത് പോട്ടെ, ഈ മുടിയുമായിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയ സമയത്ത് ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ മറ്റേ എന്താണ് ഈ കഞ്ചാവ്, ഡ്രഗ് അഡിക്റ്റ്, മറ്റത് മറിച്ച് ആകപ്പാടെ പണ്ടുണ്ടായിരുന്ന സാധനമാണ് ഈ നമ്മുടെ ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടായിരുന്നു. സീരിയസ്ലി അതെൻ്റെ ലൈഫിനെ തകർക്കും, എൻ്റെ ജീവിതം നശിപ്പിക്കുമെന്ന് എനിക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ട സമയത്ത് തന്നെ ഞാൻ മാനസികമായിട്ട് സ്വയം കഷ്ടപ്പെട്ട് ഞാനത് ഒഴിവാക്കിയതിന് ശേഷം ഇന്ന് വരെ ആ സാധനത്തിൻ്റെ പുറകെ പോയിട്ടില്ല. താല്പര്യമേ ഇല്ല. അത് എന്തൊരു വൃത്തികെട്ട സംഭവമാണെന്നുള്ള കാര്യം ഇന്ന് ചിന്തിക്കുമ്പം, നമുക്ക് ആ ഒരു പാസ്റ്റിലേക്ക് ചിന്തിക്കുമ്പം നമ്മുടെ ലൈഫ് കുറേ അത് കാരണം നശിച്ചു എന്നുള്ളതാണ് പറയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടെ കിച്ചുവിൻ്റെ ലൈഫിൻ്റെ അകത്ത് ഏറ്റവും വലിയ സ്ട്രെങ്ത് കിച്ചുവിൻ്റെ സുഹൃത്തുക്കളാണ്. അത് അങ്ങനെ തന്നെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് എന്താണ് ചിന്ന ഭിന്നമാകാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അതോടൊപ്പം തന്നെ രേണുസുതിക്കും ഇപ്പം അവർ പുറത്തിറങ്ങി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഞാനിപ്പോഴും ചോദിക്കുന്നു, നിങ്ങൾക്ക് അവരോട് വെറുപ്പ് തോന്നുന്നവരുണ്ടോ, അല്ല അവരോട് ദേഷ്യം തോന്നുന്നവരുണ്ടോ, അതോ അവരോട് അന്ന് ചില വെറുപ്പുകൾ ദേഷ്യമൊക്കെ തോന്നിയിരുന്നു പക്ഷേ ഇന്ന് അങ്ങനെയല്ല, അവരോട് ഒരു സ്നേഹം തോന്നുന്നു എന്നുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇനി അടുത്ത കമൻറ്റ് ജെസ്സി എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റാണ്. കിച്ചു, ഞാനൊരു കാര്യം പറയട്ടെ, അമ്മയോട് പറയണം ഇനി വിവാദത്തിൽ പെടരുത്, കഴിവതും ഇൻ്റർവ്യൂ ഒഴിവാക്കൂ, വിവാദമാക്കുന്ന റീൽ ഒഴിവാക്കൂ. രേണുവിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്വന്തം യൂട്യൂബിൽ വരൂ. മറ്റുള്ള യൂട്യൂബർമാർ രേണുവിനെ വെച്ച് കാശുണ്ടാക്കുന്നത് അറിയാഞ്ഞിട്ടല്ലോ. സ്വന്തം യൂട്യൂബ് ആക്റ്റീവ് ആയാൽ ജീവിതമാർഗം അതിൽ നിന്ന് കിട്ടുമല്ലോ. രേണുവിൻ്റെ ചില ഡ്രസ്സ്, ചില വാക്കുകൾ മൂലം നെഗറ്റീവ് ഉണ്ടാക്കുന്ന ഈ മെസ്സേജ് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളെല്ലാം സ്നേഹിക്കുന്നത് കൊണ്ട് പറഞ്ഞത്, ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കും. 1.2K ലൈക്കാണ് ഈ കമൻറ്റിന്. സത്യമായിട്ടുള്ള കാര്യം. ഞാനൊരു കാര്യം പറയട്ടെ,
രേണുവിന് മാസം ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, വേറെ ഒന്നും കൊണ്ടല്ല. രേണുവിനെ കുറിച്ച് പുറത്തേക്ക് വരുന്ന പല കാര്യങ്ങൾക്കും മറുപടി പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 വീഡിയോ ഒരു ദിവസം നിങ്ങൾക്ക് ഇട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാഹചര്യം നിലവിലുണ്ട്. അങ്ങനെ അതിന് നിങ്ങൾ മറുപടി പറയാൻ ചുമ്മാ വെറുതെ മറുപടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് സമ്പാദിക്കുകയും നിങ്ങളുടെ ജീവിതം വളരെ അടിപൊളിയായിട്ട് സെറ്റിലാക്കാനും പറ്റും. പക്ഷേ ആ സ്ത്രീ അങ്ങനെ ചെയ്യുന്നില്ല. അവരങ്ങനെയല്ല, അവരുടെ ഇഷ്ടം, ഒരാളുടെ പാഷൻ്റെ ഒരു കാര്യമാണ്. ഇപ്പോൾ എനിക്ക് പാട്ടിനോട് വലിയ കമ്പമാണ്, വലിയ താല്പര്യമാണ്, പഠിക്കാൻ എന്നും താല്പര്യമുണ്ട്, ഇന്നും പഠിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പഠിക്കുന്നത് ചിലർ കണ്ടാൽ ചോദിക്കും, ഇതെന്തോ ഇങ്ങനെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതെന്തോ ഇപ്പോഴും പഠിക്കുന്നത്. പക്ഷേ അവർക്കറിയത്തില്ലല്ലോ നമുക്ക് ഉള്ളിലുള്ള ഒരു സംഭവം. അപ്പോൾ അവർക്ക് ചിലപ്പോൾ അഭിനയിക്കാനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഒരു സന്തോഷം, അവരുടെ പേഴ്സണലായിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്സിനെ നമുക്ക് ആർക്കും തടയാനോ അത് ചെയ്യരുതെന്ന് പറയാനോ പറ്റത്തില്ല. എനിക്ക് ആകെ പറയാനുള്ളത്, ഈ പറയുന്ന വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുത്ത് കൂടുന്ന ആൾക്കാരെ മനഃപൂർവ്വമായിട്ടെങ്കിലും അവഗണിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രം. ആദ്യമായി ഈ ചാനൽ സന്തോഷം തോന്നിയ നിമിഷം, കിച്ചുകുട്ട മോൻ സൂപ്പർ, അമ്മയെ അനുജനെ സ്നേഹിക്കുന്ന മോൻ, ദൈവം അനുഗ്രഹിക്കട്ടെ, ഒരുപാട് ഇഷ്ടം, കണ്ണ് നിറയുന്നു. ആരെല്ലാം എന്തൊക്കെ പറഞ്ഞാലും രേണുവിൻ്റെ മുൻജന്മത്തിലെ മകനാണ് കിച്ചു എന്നൊക്കെ പറയുന്നു. അവർ ഫാമിലിയോട് ഹാപ്പിയാണ്. ഇത് കണ്ടു നിൽക്കുന്ന അലവലാദികൾക്ക് വേദന മാത്രം. സീയിങ് അമ്മ ആഫ്റ്റർ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടാണ് പയ്യൻ ഇട്ടേക്കുന്നത്. അമ്മ എന്നുള്ള വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. അമ്മ എന്നുള്ളൊരു വാക്കിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ. അതിന് പ്രസവിക്കണമെന്നൊന്നും അത്ര വലിയ കാര്യമായിട്ടൊന്നുമില്ല. സോ ഗൈസ്, ഞാൻ വളരെ ഹാപ്പിയാണ്. ഒരുപാട് വീഡിയോസ് നമ്മൾ പല വിവാദങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്തും ഇതുപോലുള്ള വീണ് കിട്ടുന്ന നല്ല മൊമെൻറ്റുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും കേൾക്കുന്ന കാര്യങ്ങൾ, ഒരുമാതിരി ആൾക്കാരെ കൊല വിളിക്കുന്ന, മനസ്സിന് മാനസിക സംഘർഷം തരുന്ന, നിങ്ങൾ ഏതെങ്കിലും ഒരു വല്ലാത്ത വേദനിക്കുന്ന സാഹചര്യത്തിലായിരിക്കും എൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. ആ സാധനത്തിൻ്റെ അകത്ത് ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് അമർത്തുമ്പോഴേക്കും ചിലപ്പോൾ അതിനകത്തുള്ളത് വളരെ കോൺട്രവേഴ്സിയലായിരിക്കും. എന്നാൽ വീണ് കിട്ടുന്ന ഇതുപോലത്തെ നല്ല മൊമെൻറ്റ് എത്തിക്കുന്ന വെച്ചാൽ ആ സമയത്ത് ഇടയ്ക്കെങ്കിലും വേണ്ട ഒരു ചെറിയ മഴ. അതുകൊണ്ടാണ്. സോ എന്തായാലും ഞാൻ വളരെ ഹാപ്പിയായി ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ. നിങ്ങൾക്ക് ഹാപ്പിയാണോ അതോ ഇത് കണ്ടിട്ട് ഡിസപ്പോയിൻറ്റഡ് ആണോ? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്. അതിന് മുമ്പ് കിച്ചു അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു വർഷത്തിനകത്ത്, 1.5 വർഷത്തിനകത്ത് നിനക്ക് ഒരു 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് അടക്കം വന്ന് ഒരു വലിയൊരു യൂട്യൂബർ ആവാൻ, ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആകാൻ, മുന്നോട്ട് പോകാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും നിനക്കുണ്ട്. ഈ വിനയവും ഈ വന്ന വഴി മറക്കാതെ മുന്നോട്ട് പോയി നിന്റെ ലക്ഷ്യത്തിലേക്ക് നീ എത്താൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെ നിനക്ക് അതിനുള്ള വഴി കാണിച്ചു തരും. ഞാൻ ഉറപ്പിച്ച് പറയാം. അതോടൊപ്പം രേണു സുധി മുന്നോട്ട് പോട്ടെ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത്. ബൈ.